ഹലോ ഗായ്സ്, അപ്പം ഈ പ്രാവശ്യത്തെ ക്രിസ്മസും വന്നെത്തി. ഒന്നും പറയാനില്ല, ഒരു പോളി ക്രിസ്മസ് ആയിരുന്നു ഈ പ്രാവശ്യം. അപ്പം നമ്മളെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടെ കേട്ടോ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷിച്ചത്. ഈ പ്രാവശ്യം നമ്മൾ അങ്ങ് ബ്രിട്ടീഷ് ലഞ്ച് അങ്ങ് കയറി പിടിച്ചു. എന്തൊക്കെ ബ്രിട്ടീഷ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ പിടിയും ബീഫില്ലാത്ത എന്ത് ക്രിസ്മസ് അല്ലേ. എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള കുക്കിംഗ് ആയിരുന്നുകൊണ്ട് അടിപൊളിയായിരുന്നു. പണ്ടൊക്കെ തറവാട്ടിലൊരു പെരുന്നാളിൻ്റെ സമയത്തൊക്കെ എല്ലാവരും കൂടെ കൂടുന്നൊരു ഓർമ്മ ഉണ്ടോ വന്നത്. അത് കഴിഞ്ഞുള്ളൊരു അടുത്ത കലാപരിപാടി ക്രാക്കേഴ്സ് പൊട്ടിക്കലായിരുന്നു. തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിച്ചിട്ടോ പലതും പ്ലേറ്റിലോട്ടൊക്കെ ചാടി. പിന്നെ ഫുഡിന് പുറമെ കള്ളം വിളമ്പിയിരുന്നു. ഇഷ്ടമുള്ളവർക്ക് കുടിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട. ആരും ഒന്നിനും നിർബന്ധിച്ചിരുന്നില്ല കേട്ടോ. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ സംഗീത വിരുന്നിലോട്ട് പോയി എല്ലാവരും. പിന്നെ ചറ വറ പാട്ടായിരുന്നു. പിന്നെ അടുത്തത് എൻ്റെ ഫേവറേറ്റ് പാട്ടായിട്ടുള്ള സീക്രട്ട് സാൻഡ ആയിരുന്നു കേട്ടോ. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. ഗിഫ്റ്റ് കിട്ടാനും ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ. അതൊന്ന് പൊട്ടിച്ച് കിട്ടുന്നവരും മനസ്സമാധാനം തന്നെ ഉണ്ടാവില്ല. സംഗീത സദസ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതൊന്നും പറയാനില്ലല്ലോ. പിന്നെ ഓട്ടംതുള്ളലും ചവിട്ടുനാടകമൊക്കെയാണല്ലോ. സ്റ്റെപ്പ് ഒന്നും അറിയില്ലെങ്കിലും ഉള്ള സ്റ്റെപ്പൊക്കെ വിട്ട് തട്ടിക്കൊട്ടി ഒടുക്കത്തെ ഡാൻസൊക്കെ തുടങ്ങി 4 മണി വരെ. പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോകേണ്ട ഒരു പലരുണ്ടെങ്കിലും അതൊന്നും ബാധകമേ ആയിരുന്നില്ല. ഫുൾ പവർ ആയിരുന്നു. ദിസ് വാസ് ദ ബെസ്റ്റ് ക്രിസ്മസ് ഐ ഹാവ് എവർ ഹാഡ് ഇൻ മൈ ലൈഫ്. പിന്നെ ഫോട്ടോഷൂട്ട്, അത് പിന്നെ പറയാനുണ്ടോ. എന്ത് പ്രോഗ്രാം ആയാലും അതാണല്ലോ മുഖ്യം പിക്കില്ലേ. പിന്നെ അവിടെ നിന്ന് തലങ്ങും വിലങ്ങും ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു പൊളി ക്രിസ്മസ് ആയിരുന്നു. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ടു ഓൾ.